ഇന്ന് എൻ്റെ ഒരു ഫോളോവറിൻ്റെ വീട്ടിൽ വന്നാണേ. കുറച്ച് ദിവസം കൊണ്ട് എന്നെ ക്ഷണിക്കുന്നു. ഞാൻ മാങ്ങ അച്ചാറിടുന്നത് കണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ക്യാരറ്റും മാങ്ങയും കൂടെ അച്ചാറിടുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലോട്ട് വരത്തില്ല, ഇവിടെ വന്നിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. വേറെ ആരുമല്ല, എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അച്ചാറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ കൂടെ നിങ്ങൾക്കും പഠിക്കാൻ അറിയാത്തവരുണ്ടല്ലോ, ക്യാരറ്റും മാങ്ങയും കൂടെ അച്ചാറിടുന്നത് അത് ഏത് വിധമാണെന്നൊന്ന് കാണാം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നേ. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, അയ്യോ ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണിക്കാം. ഒരു പാലെടുപ്പ് വെച്ചു, മണ്ണെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ വഴഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞൾ കൂടി ആ ഉള്ളിയുടെ ഒക്കെ ഒരു ഇത് മാറാൻ വേണ്ടി ഒരു കുഞ്ഞു സ്പൂൺ ഇത്തിരി മൂത്ത് പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കാന്താരി വേണ്ട കാന്താരി ഇടാം, പച്ചമുളകാണ് പച്ചമുളക് ഇടാം. ഒന്ന് വട്ടത്തിൽ കണ്ടിട്ടിട്ടാൽ മതി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി എല്ലാം നല്ലപോലെ ഒന്ന് വഴന്നു വന്നപ്പോഴത്തേന് ഈ അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ഉണ്ടല്ലോ ഒന്ന് നീളത്തിൽ കനം കുറച്ച് അരിയല്ലേ, അതുകൊണ്ട് അതൊക്കെ വഴറ്റാൻ പോകും. ഇപ്പോൾ ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത്രയും സാധനം നല്ലതായിട്ട് വഴന്നേ. അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇടുക. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇങ്ങനെ ഇടാം. പച്ചല ചെറിയ പാത്രമായിരിക്കും, ഇവിടെ വലുതായിരിക്കും, സാരമില്ല. തീ കുറച്ച് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള ഉലുവാപ്പൊടി ഇടും. ചെറിയ സ്പൂണാണ്, ചെറിയ സ്പൂൺ. നമുക്ക് എടുത്തിരിക്കുന്ന ആ സാധനത്തിൻ്റെ അളവനുസരിച്ച് ഉലുവാപ്പൊടിയൊക്കെ ചേർക്കാം. ഉലുവാപ്പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് മാങ്ങ ചെറിയ പീസായിട്ട് മാങ്ങ എഴുതി വെച്ചിരിക്കും. അതും കൂടെ വന്നിട്ട് ഇളക്കി, പിന്നെ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതും കൂടെ വന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഇളക്കി തണുത്ത് കഴിയുമ്പോൾ കുപ്പിക്കകത്താക്കി വെക്കാം. ഇതിനകത്ത് ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്, കായം. വിനാഗിരി വേണ്ടി പുളി ഒത്തിരി വേണ്ടിയവർക്ക് ശകലം വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഈ അച്ചാറിന് മുളക് പൊടി ചേർത്തതല്ല ഉണ്ടോ, പച്ചമുളകാണ് കീറിയിട്ടിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാം. ഇത് എത്ര നാൾ വേണേലും കേടാകാതിരിക്കും. നമ്മൾ ഈ കല്യാണ സദ്യകൾക്കൊക്കെ ഒത്തിരി വിളമ്പി കണ്ടിട്ടുണ്ട് ഈ അച്ചാർ. നല്ല ഒരു വെറൈറ്റി അച്ചാർ. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ ഫോളോവറിൻ്റെ വീട്ടിൽ വന്ന് അച്ചാറിട്ട് കൊടുത്ത് എൻ്റെ സന്തോഷമാണ്. ഇനിയും വിളിക്കാമെന്ന് പറയാം. വേറൊരു അച്ചാറുമായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ, അടുത്ത ദിവസം തന്നെ.